نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم حرمت عليكم الميتة والدم ولحم الخنزير وما أهل لغير الله به والمنخنقة والموقوذة والمتردية والنطيحة وما أكل السبع إلا ما ذكيتم وما ذبح على النصب وأن تستقسموا بالأزلام ذلكم فسق اليوم يئس الذين كفروا من دينكم فلا تخشوهم واخشون اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا فمن اضطر في مخمصة غير متجانف لإثم فإن الله غفور رحيم വിശ്വാസികൾ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി എന്നെയും നിങ്ങളെയും ഒക്കെ ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അല്ലാഹു തആല ഖൈറും ബറക്കത്തും ധാരാളമായി നമ്മളെല്ലാം വർഷിക്കുമാറാവട്ടെ. ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ വിശ്വാസികൾക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിശുദ്ധ ദിനരാത്രങ്ങളിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പുണ്യകർമ്മങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ വചനമാണ് ഓതി വെച്ചത്. ഇതുപോലെ ഒരു ദുൽഹിജ്ജ മാസത്തിലാണ് ആ വചനം അവതരിച്ചത്. ഹിജ്റ 10-ാം വർഷം ദുൽഹിജ്ജ 9-ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജിന്റെ ഭാഗമായി 1,00,000-ലേറെ സ്വഹാബത്തിനെയും കൂട്ടി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫ മൈതാനിൽ വെച്ച് അവിടുത്തെ ഒരു ഖുത്ബ, വിടവാങ്ങൽ പ്രഭാഷണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഖുത്ബത്തുൽ വിദാ നിർവഹിക്കുകയുണ്ടായി. അറഫ മലയിലെ ഉർന എന്ന താഴ്വരയിൽ വെച്ചായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രഭാഷണം നിർവഹിച്ചത്. നബിതങ്ങളുടെ ഒട്ടകത്തിന്റെ പേരാണ് ഖസ്വ. ആ ഒട്ടകപ്പുറത്തിൽ നിന്നുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു വൈകാരികമായ ചരിത്ര പ്രസിദ്ധമായ പ്രഭാഷണം നിർവഹിച്ചത്. 1,00,000-ലേറെ സ്വഹാബിമാർ ശ്രോതാക്കളായി അവിടെയുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറഞ്ഞു, ഇസ്തൻസിത്തിന്നാസ്, ജനങ്ങളോടൊന്ന് ശാന്തരാകാൻ പറയൂ, എനിക്ക് ചില കാര്യങ്ങൾ അവരെ അറിയിക്കാനുണ്ട്. അങ്ങനെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ജനങ്ങളോട് നിശബ്ദരാകാൻ ആഹ്വാനം ചെയ്യുകയും എല്ലാവരും ശ്വാസമടക്കി പ്രവാചകരുടെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുകയും റാബിഅത്ത് ബിൻ ഉമയ്യ എന്ന സ്വഹാബി പ്രവാചകരുടെ വാക്കുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അത്യുച്ചത്തിൽ മറ്റുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്തുവെന്നാണ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ അറഫ മൈതാനിയിലാണ് ഈ ആയത്തിറങ്ങിയത്. സൂറത്ത് മാഇദയിലെ 3-ാമത്തെ ഈ വചനം. അതിലാണ് പറഞ്ഞത്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന. ഇന്നിതാ നിങ്ങൾക്ക് ഞാൻ ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടിരിക്കുന്നു, വഹ്യാകുന്ന നിഅമത്തിനെ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് തുടങ്ങുന്ന ആശയമുള്ള ആ ഭാഗം ഉൾക്കൊള്ളുന്ന വചനമിറങ്ങിയത് അറഫ മൈതാനിയിലാണ്. ഒരിക്കൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു ജൂതനായ മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ കിതാബിലുള്ള ഒരു വചനം അതെങ്ങാനും ഞങ്ങളുടെ കിതാബിലായിരുന്നുവെങ്കിൽ അതിറങ്ങുന്ന അതുള്ള ആ ദിവസത്തെ ഞങ്ങൾ ആഘോഷമാക്കി മാറ്റുമായിരുന്നുവെന്നാണ്. ലൗ അലൈനാ മാശൽ യഹൂദി നസലത്, ഞങ്ങൾ യഹൂദി സമൂഹത്തിലാണ് അത്തരമൊരു വചനം അവതരിച്ചത് എങ്കിൽ ഞങ്ങൾ ആ ദിവസത്തെ ഒരു ആഘോഷ ദിവസമാക്കി മാറ്റുമെന്ന് ആ ദിവസത്തെ ഞങ്ങൾ ഈദാക്കുമായിരുന്നു. അത്ര വലിയ സന്തോഷമുളവാക്കുന്ന വല്ലാത്തൊരു വചനം നിങ്ങളുടെ കിതാബിലുണ്ട്, നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഉമർ ഖത്താബിനോട് ഒരു ജൂതനായ മനുഷ്യൻ പറയുമ്പോൾ ഉമർ ഖത്താബ് ചോദിക്കുന്നു, അയ്യു ആയ, ഏതായത്താണ് നീ ഉദ്ദേശിക്കുന്നത്? അയാൾ പറഞ്ഞു കൊടുത്തു, സൂറത്ത് മാഇദയിലെ ഈ ഒരു വചനത്തിന്റെ ഈ ഭാഗം, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറയുന്ന ഭാഗം, മതം പൂർത്തിയാക്കി എന്ന സന്തോഷ വാർത്ത, ഈ മതം സമ്പൂർണമാണ് എന്ന പ്രഖ്യാപനം, ഇത് തൃപ്തിപ്പെട്ട മതമാണ് എന്ന പ്രഖ്യാപനം, ഇത് മദീന സ്വർഗത്തിലേക്ക് എന്നാണല്ലോ അതിന്റെ ആശയം. ഇത്തരമൊരു ആശയമെങ്ങാനും ഞങ്ങൾക്കാണ് ഇറങ്ങിയത് എങ്കിൽ ഞങ്ങൾ ആ ദിവസത്തെ ഈദാക്കി ആഘോഷമാക്കി മാറ്റുമായിരുന്നു. ഉമർ ഖത്താബിന്റെ പ്രതികരണം കാണാം, അറഫ്നാ ദാലിക്കൽ യൗം വൽ മകാൻ നസലത് ഫീഹി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഇറങ്ങിയ ദിവസം ഞങ്ങൾക്കറിയാം, അത് ഇറങ്ങിയ സ്ഥലവും ഞങ്ങൾക്കറിയാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറഫ മൈതാനിയിൽ വെള്ളിയാഴ്ച ദിവസം നബി തങ്ങൾക്കാണ് ഈ വചനം ഇറങ്ങിയത് എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രതികരിക്കുകയും ചെയ്യുന്നുവെന്ന് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയ വചനങ്ങളിൽ ഏറെ ശ്രദ്ധേയമായ വചനമാണ് ഈ വചനം എന്നർത്ഥം. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫ മൈതാനിൽ ഉർന താഴ്വരയിൽ വെച്ചുകൊണ്ട് തന്റെ ഖസ്വ എന്ന ഒട്ടകപ്പുറത്തിരുന്നുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം ദുൽഹിജ്ജ 9 നബി തങ്ങൾ നടത്തിയ വിടവാങ്ങൽ പ്രസംഗം
അന്ന് സ്വഹാബത്തോട് ഇസ്ലാമിന്റെ എല്ലാ വശങ്ങളെയും കുറിച്ച് ഒരാകത്തുക അവിടുന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയുണ്ടായി. പ്രവാചകൻ പറഞ്ഞു, ഇന്ന ദിമാഅക്കും വഅംവാലക്കും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. പ്രവാചകൻ പറഞ്ഞൊരു കാര്യം അതായിരുന്നു, നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തുമൊക്കെ നിങ്ങൾക്ക് പരസ്പരം നിഷിദ്ധമാണ്, അത് പവിത്രമാണ്. ഈ ദിവസം പവിത്രമായതുപോലെ, ഈ മാസം പവിത്രമായതുപോലെ, ഈ പ്രദേശം പവിത്രമായതുപോലെ എന്നാണ്. അറഫ മൈതാനി പവിത്രമാണ്, ദുൽഹിജ്ജ മാസം പവിത്രമാണ്, അറഫ ദിനം അതും പവിത്രമാണ്. ഈ മാസവും ഈ ദിവസവും ഈ പ്രദേശവും എത്രമാത്രം പവിത്രമാണോ അതുപോലെ പവിത്രമാണ് വിശ്വാസികളുടെ രക്തം, വിശ്വാസികളുടെ സമ്പത്ത്, അതെല്ലാം അതുപോലെ പവിത്രമാണ്. ഒരാളെ സമ്പത്ത് അന്യായമായി കൈവശപ്പെടുത്താൻ പാടില്ല എന്നർത്ഥം. ഒരാൾ രക്തം ചിന്താൻ പാടില്ല, കൊലപാതകം പാടില്ല, അക്രമങ്ങൾ പാടില്ല. വിശ്വാസികൾ തമ്മിൽ ആദരിച്ചേ പറ്റൂ, ബഹുമാനിച്ചേ പറ്റൂ, രക്തത്തിന്റെ വില അംഗീകരിച്ചേ പറ്റൂ എന്നർത്ഥം. ശേഷം പ്രവാചകൻ പറഞ്ഞു, അലാ കുല്ലു ശൈഇൻ മിൻ അംരിൽ ജാഹിലിയ്യ തഹ്ത ഖദമി മൗദൂഉൻ വദിമാഉൽ ജാഹിലിയ്യതി മൗദൂഅ. ജാഹിലിയ്യ കാലത്തുണ്ടായ സമ്പ്രദായങ്ങൾ അതെല്ലാം ഇതാ എന്റെ കാലിനടിയിൽ ഇന്നത്തോടുകൂടി അതെല്ലാം ചവിട്ടി താഴ്ത്തിക്കളഞ്ഞു. ഇനി അതൊന്നും ഉണ്ടാകാവതല്ല. ജാഹിലിയ്യ കാലത്തുള്ള പ്രതികാരങ്ങൾ അതെല്ലാം അവസാനിപ്പിച്ചു. ഇനി ആ പ്രതികാരങ്ങൾക്കൊന്നും ബാക്കി ചോദിക്കാൻ പാടില്ല. ജാഹിലിയ്യ കാലത്തെ പ്രതികാരങ്ങൾ തലമുറകളോളം നീണ്ടു നിൽക്കുമായിരുന്നു. കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്കുകൾ, അത് ആ വഴക്ക് ആരംഭിച്ചവർ മരിച്ചുപോയാലും അടുത്ത തലമുറകൾ ഏറ്റെടുക്കുകയും അങ്ങ് ദീർഘമായ തലമുറകൾ ആ കുടുംബങ്ങൾ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ് വഴക്കായി പരസ്പരം ഏറ്റുമുട്ടി നിൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത്തരം ജാഹിലിയ്യ കാലത്ത് തുടങ്ങി വെച്ച പ്രതികാരങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം ഇന്നത്തോടെ അവസാനിപ്പിച്ചു. ഇനി അതിന്റെ പേരിൽ യാതൊരു പ്രതികാര നടപടികളും ആരും സ്വീകരിക്കാൻ പാടില്ല. ജാഹിലിയ്യക്കാലത്തുണ്ടായ ഒരു കൊലപാതകം നബി തങ്ങൾ പ്രഖ്യാപിച്ചു. അതിലുള്ള ആ ഒരു ദമാണ്, ആ പ്രതികാരമാണ് ആദ്യമായി ഇന്നത്തോടെ അവസാനിപ്പിക്കുന്നത്. ഇനി അത് മുതൽ ഒരു പ്രതികാര നടപടികളും ഉണ്ടാകാൻ പാടില്ല. പ്രവാചകൻ ശേഷം പറഞ്ഞു, വരിബൽ ജാഹിലിയ്യത്തി മൗദൂഉൻ. ജാഹിലിയ്യ കാലത്തുള്ള പലിശ സമ്പ്രദായം അതുമെല്ലാം അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി പലിശ സമ്പ്രദായമില്ല, പലിശ വാങ്ങാവതല്ല, കൊടുക്കാവതല്ല, പലിശയുമായി ബന്ധപ്പെട്ട യാതൊരു പാടുകളും ഇനി പാടില്ല. അത് ജാഹിലിയ്യ രീതിയാണ്. പ്രവാചകൻ വരുന്നതിന് മുമ്പുള്ള ഇരുണ്ട കാലഘട്ടത്തിലെ മനുഷ്യന്മാർ സ്വീകരിച്ചു പോകുന്ന രീതിയാണ് പലിശ എന്നുള്ളത്. ആ പലിശ അവസാനിപ്പിച്ചു. അബ്ദുൽ മുത്തലിബ് ആദ്യമായി ഒഴിവാക്കുന്ന പലിശയും എന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട പലിശ തന്നെയാണ്. അബ്ബാസ് അബ്ദുൽ മുത്തലിബിന്റെ പലിശയാണ് ആദ്യമായി ഒഴിവാക്കുന്നത്. അതും ഈ കുടുംബത്തിന് കിട്ടേണ്ടതാണ്, ഒഴിവാക്കിയിരിക്കുന്നു. ഈ കുടുംബത്തിന് കിട്ടേണ്ട പ്രതികാരം ഒഴിവാക്കിയതുപോലെ ഈ കുടുംബത്തിന് കിട്ടേണ്ട പലിശയുമില്ല ഇതോടുകൂടി ഒഴിവാക്കി പ്രഖ്യാപിക്കുകയാണ്. ഇനി ഒരാളിൽ നിന്നും പലിശ വാങ്ങാവതല്ല, പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഉണ്ടാകാവതല്ല എന്ന്. ഇത്തരം ഒരു ദുൽഹിജ്ജ മാസത്തിൽ, ഒരു ദുൽഹിജ്ജ 9 ഒരു വെള്ളിയാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകപ്പുറത്ത് കയറി പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞ പ്രവാചക വസിയ്യത്ത് പോലെയാണത്. ആ പ്രസംഗം കഴിഞ്ഞ് പിന്നെ 3 മാസമാണ് പ്രവാചകൻ ആകെ ജീവിച്ചത്. ആ നിലയ്ക്ക് നബി തങ്ങൾ നൽകിയ ഒരു അവസാനത്തെ പ്രഭാഷണം, വിടവാങ്ങൽ പ്രഭാഷണം, നബി തങ്ങൾ വസിയ്യത്ത് പോലെ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയ കാര്യമാണത്. ശേഷം പ്രവാചകൻ പറഞ്ഞത് സ്ത്രീകളുടെ കാര്യമാണ്. സ്ത്രീകളെ കാര്യത്തിൽ റബ്ബിനെ സൂക്ഷിക്കണം. നിങ്ങൾക്ക് അവരിൽ നിന്ന് കടപ്പാടുകൾ ലഭിക്കാനുണ്ട്, അതേപോലെ തിരിച്ച് അവരോട് നിങ്ങൾ കടപ്പാടുകൾ നിർവഹിക്കാനുമുണ്ട്. നിങ്ങൾ അവരെ ഏറ്റെടുത്തത് ചില അമാനത്തായിക്കൊണ്ടാണ്. റബ്ബിന്റെ പേരിൽ ഒരു അമാനത്തായും ബാധ്യതയായും നിങ്ങൾ ഏറ്റെടുത്തതാണ്. ആ ബാധ്യതകളെ നിങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. വലഹുന്ന അലൈക്കും റിസ്ഖുഹുന്ന വകിസ്മതുഹുന്ന ബിൽ മഅറൂഫ്. അവിടെ ഭക്ഷണവും അവിടെ
വസ്ത്രവുമെല്ലാം മാന്യമായ നിലയ്ക്ക് നൽകുക എന്നത് നിങ്ങളുടെ ബാധ്യതയാണ്. നൽകേണ്ടതുണ്ട്, ചെലവിന് കൊടുക്കേണ്ടതുണ്ട്. ഭക്ഷണത്തിനും വസ്ത്രത്തിനും ആവശ്യമായ സൗകര്യങ്ങൾ, വകകൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. അത് നിങ്ങളുടെ ബാധ്യതയാണ്. ശേഷം പ്രവാചകൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് രണ്ടു കാര്യം വിട്ടേച്ചു പോകുന്നു, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ കിതാബ് വിട്ടേച്ചു പോകുന്നു. അത് നിങ്ങൾ മുറുകെ പിടിക്കുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങൾ വഴിപഴിക്കുകയില്ല. ആ നിലക്കുള്ള രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ബാക്കി വെച്ചു പോകുന്നത്. ഒന്ന് അല്ലാഹുവിന്റെ കിതാബാണ്, മറ്റൊന്ന് പ്രവാചകരുടെ സുന്നത്തുകളാണ്. ആ കിതാബും സുന്നത്തും മുറുകെ പിടിക്കുന്ന കാലത്തോളം ഒരിക്കലും നിങ്ങൾ വഴിപഴിക്കുകയില്ല. നിങ്ങൾ ഒരാളിലാവുകയില്ല, വഴികേടിലാവുകയില്ല. അതുകൊണ്ട് തന്നെ ആ രണ്ട് പ്രമാണങ്ങളെ നിങ്ങളെ മുറുകെ പിടിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളെ ആ വിടവാങ്ങുന്ന പ്രസംഗത്തിൽ ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയും മതത്തിന്റെ അടിസ്ഥാന ആശയങ്ങളെല്ലാം അവിടെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ശേഷം പ്രവാചകൻ ചോദിക്കുന്നു, നിങ്ങളോട് എന്നെ കുറിച്ച് നാളെ പരലോകത്ത് ചോദ്യമുണ്ടാകും. ഒരു നബിയെ ഞാൻ പറഞ്ഞയച്ചിട്ട് ആ പ്രവാചകർ ബാധ്യത നിർവഹിച്ചുവോ, പറഞ്ഞത് രണ്ടിലെല്ലാം പറഞ്ഞു തന്നോ എന്ന്. എന്നെ കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെടും. അങ്ങനെ ചോദിക്കുമ്പോൾ എന്തായിരിക്കും നിങ്ങൾ എന്നെ കുറിച്ച് റബ്ബിനോട് പറയുക എന്ന് പ്രവാചകൻ ചോദിക്കുകയും സഹാബിമാർ പറഞ്ഞു, നബിയെ താങ്കൾ ഞങ്ങൾക്കെല്ലാം എത്തിച്ചു തന്നിട്ടുണ്ട്, താങ്കൾ ദൗത്യം താങ്കൾ നിർവഹിച്ചിട്ടുണ്ട്, ഞങ്ങൾ അത് സാക്ഷികളാണ് എന്ന് പ്രഖ്യാപിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പടച്ച റബ്ബിനെ സാക്ഷിയാക്കിക്കൊണ്ട് പ്രഖ്യാപിക്കുകയും ചെയ്തത് ഹദീസുകളിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങളാണ്. സഹോദരങ്ങൾ, ദീനുമായി ബന്ധപ്പെട്ട ഇത്തരം അടിസ്ഥാന കാര്യങ്ങൾ മുഴുവൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ദിവസത്തിൽ ദുൽഹിജ്ജ 9 വെള്ളിയാഴ്ച ദിവസത്തിലാണ് അറഫ മൈതാനിൽ വെച്ച് നബിതങ്ങൾ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് ആ പറഞ്ഞ കാര്യങ്ങളെ എന്നും ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റേണ്ടവർ തന്നെയാണ് വിശ്വാസികൾ. വിശ്വാസകാര്യങ്ങൾ പറഞ്ഞു, പടച്ച റബ്ബിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തി, പരീക്ഷയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. അതേപോലെ മറ്റുള്ള സമ്പത്ത് അന്യായമായി കൈവശപ്പെടുത്താൻ പാടില്ലെന്ന് പറഞ്ഞു. മറ്റുള്ളവരുടെ അഭിമാനവും അവരുടെ രക്തവും അത് പവിത്രമാണ് എന്ന് പറഞ്ഞു. സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യം, ഭാര്യഭർത്താക്കന്മാർ തമ്മിലുള്ള ബാധ്യതകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി അവിടെ ഓർമ്മപ്പെടുത്തി. അതിനെക്കൂടെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ റബ്ബ് ഏകനായ റബ്ബാണ്, നിങ്ങൾ ഇലാഹ് ഏകനായ ഇലാഹാണ്, നിങ്ങളെല്ലാം ആദമിൽ നിന്നാണ്, ആദമാകട്ടെ മണ്ണിൽ നിന്നുമാണ്. അതുകൊണ്ട് ഒരു അറബിക്ക് അറബിയല്ലാത്തവനേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല. തഖ്വ കൊണ്ടല്ലാതെ എല്ലാവരും ആദമിൽ നിന്നാണ്, എല്ലാവരും ആദമിന്റെ മക്കളാണ്. വെളുത്തവന് കറുത്തവനേക്കാൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ആ വെളുപ്പ് കൊണ്ട് സ്ഥാനമാനങ്ങളൊന്നുമില്ല. ഒരു അറബിയായി മറ്റൊരു അനറബിയായി അതുകൊണ്ട് മാത്രം പ്രത്യേകിച്ച് സ്ഥാനങ്ങളൊന്നുമില്ല. സ്ഥാനമുണ്ടാവൽ തഖ്വ കൊണ്ട് മാത്രമാണ്. എല്ലാം ആദമിന്റെ മക്കളാണ്, ആദമാവട്ടെ മണ്ണിൽ നിന്നുമാണ് എന്ന ആ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി അഹങ്കരിക്കാൻ വകയില്ല എന്ന, പൊങ്ങച്ചത്തിന് വകയില്ല എന്ന, മറ്റുള്ളവനേക്കാളേറെ ഞാൻ വലിയവനാണെന്ന് മേൽക്കോയ്മ കാണിക്കാൻ യാതൊരു വകുപ്പുമില്ല എന്ന ഓർമ്മപ്പെടുത്തൽ നിമിതങ്ങൾ അന്ന് പ്രത്യേകമായി നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. സഹോദരങ്ങളെ, ആ നിലക്ക് നാം ഈ ദിവസത്തെ സന്ദേശമായി നാം അതിനെ കാണുക. മതം പൂർത്തിയാക്കിയ ദിവസമാണിത്. ദീനക്കുമെന്ന്, ദീനിലാ പൂർത്തിയാക്കിയിരിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കപ്പെട്ട ദിവസമാണെന്ന്. ആ പൂർത്തിയാക്കിയ മതത്തിൽ അന്ന് എന്താണോ ഉള്ളത് അതാണ് ഖിയാമത്ത് വരെയും ദീന്. അതിലില്ലാത്തത് പിന്നെ ആര് കൂട്ടിച്ചേർത്താലും ദീനായി സ്വീകരിക്കപ്പെടാവതല്ല. ഈ ആയത്ത് വെച്ചുകൊണ്ടാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞത്, അന്ന് മതമല്ലാത്തത് ഇന്നും മതമാവുക ഇല്ല എന്ന്. കാരണം അന്ന് പറഞ്ഞു, നബി തങ്ങൾ ഓതി കേൾപ്പിച്ചു, ദീന് പൂർത്തിയാക്കിയിരിക്കുന്നുവെന്ന്. എന്നിട്ട് പിന്നെ അന്നില്ലാത്ത ഒരു പിൽക്കാലത്ത് വൃത്തം കൊണ്ടുവരികയാണ് എങ്കിൽ പൂർത്തിയാക്കിയ മതത്തിലേക്കാണല്ലോ അവന് കൂട്ടിച്ചേർക്കുന്നത്. അവന്റെ വാദം മതം പൂർത്തി അല്ല എന്നാണ്. പൂർത്തിയാണെങ്കിൽ പിന്നെ എന്തിന് കൂട്ടിച്ചേർക്കണം? കൂട്ടിച്ചേർക്കുന്നുവെങ്കിലോ പൂർത്തിയാവാത്തത് കൊണ്ടാണല്ലോ കൂട്ടിച്ചേർക്കുന്നത്. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ദൗത്യം നിർവഹിച്ചു
പഠിച്ചിട്ടില്ല എന്നാണ് അവൻ വാദിക്കുന്നത് എന്നാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞത്. ഒരാൾ മതത്തിൽ ഒരു ബിദ്അത്ത് കൊണ്ടുവന്നു, പുതിയ ആചാരം കൊണ്ടുവന്നു, അവന്റെ വാദം ഹസനത്താണ്, നല്ല ബിദ്അത്താണ് എന്നാണ് അവൻ വാദിക്കുന്നത് എങ്കിൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാല, അവന്റെ വാദം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചുവെന്നാണ്. കാരണം നബി തങ്ങൾ വന്ന് പറഞ്ഞു ഞാൻ മതം പൂർത്തിയാക്കിയെന്ന്. സ്വഹാബത്തോട് ചോദിച്ചു, നാളെ പരലോകത്ത് എന്നെപ്പറ്റി ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക എന്ന്. സ്വഹാബികൾ പറഞ്ഞു, നബിയെ താങ്കൾ മതം പൂർത്തിയാക്കി തന്നു, എല്ലാം പഠിപ്പിച്ചു തന്നു എന്ന് ഞങ്ങൾ പറയും, ഞങ്ങൾ സാക്ഷികളാണ് എന്ന് സ്വഹാബത്ത് പ്രഖ്യാപിച്ചു. നബി തങ്ങൾ അല്ലാഹുവിനെ സാക്ഷിയാക്കി അല്ലാഹുമ്മ അശ്ഹദ് അല്ലാഹുമ്മ അശ്ഹദ്. എന്നിട്ട് പിന്നെ കാലങ്ങൾ കഴിഞ്ഞ് ഒരുത്തം വന്നിട്ട് പറയാം ഈ സ്വലാത്തും നല്ലതാണ്, ആ ദിക്റും നല്ലതാണ്, ഈ നോമ്പും നല്ലതാണ്, ഈ നിസ്കാരം നല്ലതാണ് എന്ന് പറഞ്ഞ് ഓരോ പുതിയ പുതിയ നിസ്കാരങ്ങളും പുതിയ നോമ്പുകളും പുതിയ ദിക്റുകളും പുതിയ സ്വലാത്തുകളും പുതിയ വ്യത്യസ്തമായ ആരാധനാ മുറകളുമെല്ലാം ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഇതൊക്കെ നല്ലതാണ് എന്ന് പറഞ്ഞ് അവൻ കൂട്ടിച്ചേർക്കുന്നുവെങ്കിൽ അവന്റെ വാദം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാന റിസാല, തന്റെ പ്രവാചക ദൗത്യം നിർവഹിക്കുന്നതിൽ വഞ്ചന കാണിച്ചുവെന്നാണ് അവന്റെ വാദം. അല്ലാഹു യഖൂൽ അല്ലൗമ അക്മൽതു ലക്കും ദീനക്കും, കാരണം അല്ലാഹു പറയുന്നു ദീന് പൂർത്തിയാക്കിയെന്ന്, ഇവൻ പറയുന്നു ഇതും കൂടെ ദീനിലേക്ക് ആവശ്യമുണ്ട് എന്ന്. അതിനർത്ഥം ദീന് പൂർത്തിയായിട്ടില്ല എന്നാണ്. അതുകൊണ്ട് ഫമാലം യകുൻ യൗമഇദിൻ ദീന ലാ യകുനു യൗമ ദീന, അന്ന് ദീനല്ലാത്തത് ഇന്നും ദീനാവുക ഇല്ല. ഈ ആയത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ മതം പൂർത്തിയാക്കി എന്ന ആയത്തിറങ്ങുമ്പോൾ എന്താണോ ലോകത്ത് ദീനായിട്ടുള്ളത് അതാണ് ഖിയാമത്ത് വരെയും ദീന്. അന്നില്ലാത്ത നിസ്കാരം പിന്നെ നിസ്കാരമായി സ്വീകരിക്കപ്പെടുകയില്ല, അന്നില്ലാത്ത നോമ്പ് പിന്നെ നോമ്പായി മാറുകയില്ല, അന്നില്ലാത്ത ദിക്റുകളും ദുആകളും തസ്ബീഹുകളും പിന്നെ പ്രത്യേകതയുള്ള ദിക്റും ദുആയും തസ്ബീഹുമായി മാറുകയില്ല. പക്ഷേ മുസ്ലിം ഉമ്മത്തിൽ പിൽക്കാലത്ത് പലരും കടത്തിക്കൂട്ടി ഇല്ലാത്ത നിസ്കാരങ്ങൾ കടന്നു വന്നു. നമ്മുടെ നാട്ടിൽ ധാരാളം നിസ്കാരമുണ്ട്, വ്യത്യസ്തമായ പേരറിയപ്പെടുന്ന പുത്തൻ നിസ്കാരങ്ങൾ, നബി തങ്ങൾ നിസ്കരിക്കാത്ത, സ്വഹാബത്ത് ചെയ്തിട്ടില്ലാത്ത, അന്ന് പരിചയമില്ലാത്ത നിസ്കാരങ്ങൾ പിൽക്കാലത്ത് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത, സ്വഹാബത്തിന് പരിചയമില്ലാത്ത ഇബാദത്തുകൾ കടന്നു വന്നു. എന്തിനേറെ നബി തങ്ങളെ വഫാത്ത് കഴിഞ്ഞ് 5 നൂറ്റാണ്ട് കഴിഞ്ഞ് ഇറാഖിൽ ജനിച്ച മുഹീദ്ദീൻ ശൈഖ് വിളിക്കുന്ന ഖുത്ബിയത്ത്, ആ ഖുത്ബിയത്തിന് പോലും 12 നിസ്കാരമുള്ള നാടാണ് നമ്മുടെയൊക്കെ നാടുകൾ. നബി തങ്ങളെ വഫാത്തായി 5 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് മുഹീദ്ദീൻ ശൈഖിന്റെ ജീവിതം തന്നെ. ആ ശൈഖിനെ വിളിക്കാൻ വേണ്ടി പിന്നെയും 5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് അഥവാ 10 നൂറ്റാണ്ടിന് ശേഷം തമിഴ്നാട്ടിലാണ് ഖുത്ബിയത്ത് ഉണ്ടാകുന്നത്. അത് ചൊല്ലാനാണ് 12 നിസ്കരിക്കുന്നത്. ആ രൂപത്തിൽ മതത്തിലേക്ക് നിസ്കാരങ്ങൾ കടത്തിക്കൂട്ടപ്പെട്ടു. ഇല്ലാത്ത നോമ്പുകൾ ബറാഅത്ത് നോമ്പും മേറാജ് നോമ്പും തുടങ്ങി 96 നോമ്പ് വരെ ഇന്ന് സമുദായത്തിലുണ്ട്. ഈ ദീനിൽ ഉള്ളതല്ല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറഞ്ഞ, മതം പൂർത്തിയാക്കി എന്ന് പറഞ്ഞ ആ ദിവസം അന്ന് ദീനായി ഉള്ളതല്ല, അതെല്ലാം പിൽക്കാലത്ത് കടന്നു വന്നതാണ്. പുതിയ പുതിയ സ്വലാത്തുകൾ, നാരിയ സ്വലാത്തും കമാലിയ സ്വലാത്തും താജ് സ്വലാത്തും കഞ്ചുൽ അർസും ദലാലുൽ ഖൈറാത്തും അതേപോലെ തുടങ്ങി വ്യത്യസ്തമായ പേരുള്ള പാട്ടും ബൈത്തുകളും ഒക്കെ സമൂഹത്തിൽ വന്നത് കഴിഞ്ഞ 100, 150, 200 കൊല്ലങ്ങളുടെ ശേഷം മാത്രമാണ്. അതൊന്നും ദീനായി സ്വീകരിക്കപ്പെടാവതല്ല. ഇമാം മാലിക് റഹിമഹുല്ലാഹ് മദീന പള്ളിയിൽ ദർസ് നടത്തുന്ന, ദീന് പഠിപ്പിക്കുന്ന കാലഘട്ടത്തിലാണ് ഒരു മനുഷ്യൻ വന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഞാൻ മക്കയിലേക്ക് ഉംറക്കായി പോവുകയാണ്, എവിടുന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു, മീഖാത്ത് അല്ലദീ വഖതഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ നിശ്ചയിച്ച മീഖാത്തുണ്ട്, ആ മീഖാത്തിൽ ഇഹ്റാം ചെയ്തോ എന്നാണ് ഇമാം മാലിക് മറുപടി നൽകിയത്. മദീനയിൽ പോകുമ്പോൾ അബിയാറു അലി ദുൽ ഹുലൈഫ എന്ന് വിളിക്കപ്പെടുന്ന അബിയാറു അലി എന്ന് ഇന്നറിയപ്പെടുന്ന ആ സ്ഥലത്ത് നിന്നാണല്ലോ മദീനക്കാർ ഇഹ്റാം ചെയ്യേണ്ടത്. മദീന പള്ളിയും കഴിഞ്ഞ് ഏതാണ്ട് 8 കിലോമീറ്റർ അപ്പുറത്താണ് ദുൽ ഹുലൈഫ എന്ന പ്രദേശമുള്ളത്. അവിടെയാണ് നബി തങ്ങൾ നിശ്ചയിച്ചത്, മദീനക്കാരെ മീഖാത്തായി നബി തങ്ങൾ നിശ്ചയിച്ചത് ദുൽ ഹുലൈഫയാണ്. അതുകൊണ്ട് ഇമാം മാലിക് പറഞ്ഞു, ദുൽ ഹുലൈഫയിൽ നിന്ന് ഇഹ്റാം ചെയ്തോ, നബി നിശ്ചയിച്ച മീഖാത്തിൽ ഇഹ്റാം ചെയ്തോ? ഈ മനുഷ്യൻ ചോദിച്ചു, ഞാൻ മദീന പള്ളിയിൽ നിന്ന് ഇഹ്റാം ചെയ്തു പോകാൻ ഉദ്ദേശിക്കുന്നുവെന്നാണ്. 8 കിലോമീറ്റർ അപ്പുറം പോയി ഇഹ്റാം ചെയ്യുന്നതിന് പകരം ഇവിടുന്ന് തന്നെ ഇഹ്റാം ചെയ്തിട്ട് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇമാം മാലിക് കൊടുത്ത മറുപടി കാണാം, അഖാഫു അലൈക്കൽ ഫിത്ന, അഖാഫു അലൈക്കൽ ഫിത്ന, ഞാൻ നിനക്ക് ഫിത്ന ഭയപ്പെടുന്നുവെന്നാണ്. ഈ മനുഷ്യൻ ചോദിച്ചു, അയ്യോ ഫിത്ന, എന്ത് ഫിത്നയാണ്? ഫീ സിയാറത്തുൽ ഖൈർ, ഒരു ഖൈറായ കാര്യം കുറച്ച് അധികം ചെയ്താൽ എന്താ ഫിത്നയുള്ളത്?
ഏതാനും മൈലുകൾ അധികമായി ചെയ്യുന്നുവെന്നല്ലാതെ മറ്റെന്താ ഫിത്നയുള്ളത്? 8 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഇഹ്റാം ചെയ്യുന്നതിന് പകരം ഇപ്പുറത്തു നിന്ന് തന്നെ ഇഹ്റാം ചെയ്തു പോയാൽ ഒരു ഖൈറായ കാര്യം കുറച്ച് അധികം ചെയ്യുകയല്ലേ, അതിനെന്താ ഫിത്നയുള്ളത്? ഇമാം മാലിക് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ ഒരു സ്ഥലം നിശ്ചയിക്കുകയും നിനക്ക് തോന്നുന്നു അതിനേക്കാൾ ഖൈർ ഇപ്പുറത്താണ് തോന്നിയാൽ അതിലും വലിയ ഫിത്ന എന്താണ്? ശേഷം ഇമാം മാലിക് ആയത്ത് ഓതിക്കൊടുത്തു, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയ്ക്ക് എതിരായി പ്രവർത്തിക്കുന്നവർ ഫിത്നയെ പേടിച്ചുകൊള്ളട്ടെ, അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷയെ ഭയപ്പെടട്ടെ എന്ന ആയത്ത് ഇമാം മാലിക് ഓതിക്കൊടുത്തതാണ് പറഞ്ഞത്, എനിക്ക് ഞാൻ ആ ഫിത്ന പേടിക്കുന്നുവെന്ന്. നബി തങ്ങൾ പഠിപ്പിച്ചത് അപ്പുറത്തേക്ക് പോകുമ്പോൾ അതിഗൗരവമായാണ് അവർക്ക് അതിനെ കണ്ടത് എന്നർത്ഥം. എന്നിട്ടാണ് നമ്മുടെ നാട്ടിൽ നിസ്കാരം നോമ്പ് അടക്കം പുതിയ പുതിയ ആരാധനാ മുറകൾ കൊണ്ടുവന്ന് അതൊക്കെയാണ് ദീനായി ഇന്ന് ആചരിക്കുന്നത്. ശരിയല്ല സഹോദരങ്ങളെ. ദുൽഹിജ്ജ മാസമാകുമ്പോൾ, അറഫ ദിവസമാകുമ്പോഴെങ്കിലും ആ സന്ദേശങ്ങളെ നാം ഒന്ന് ഓർക്കേണ്ടതുണ്ട്. അല്ലാഹു തആല ആയത്തിറക്കിയ ദിവസമാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ദീൻ പൂർത്തിയാക്കി എന്ന ദിവസം നബി തങ്ങൾ പ്രഖ്യാപിച്ച ദിവസമാണ്. ഇതാ എല്ലാം ഞാൻ പഠിപ്പിച്ചുവെന്ന് നബി തങ്ങൾ പ്രഖ്യാപിച്ച ദിവസമാണ്. എന്നെ പറ്റി ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയുമെന്ന് നബി തങ്ങൾ ചോദിക്കുകയും, നബിയെ താങ്കൾ അദ്ദൈതൽ അമാന വബല്ലഗ്ത റിസാല, നബിയെ താങ്കളുടെ അമാനത്ത് നിർവഹിച്ചിട്ടുണ്ട്, താങ്കളുടെ ദൗത്യം താങ്കൾ ഞങ്ങൾക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് സ്വഹാബത്ത് പറയുകയും അത് സാക്ഷി വഹിക്കുകയും, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷിയാവണേ, എന്റെ ദൗത്യം ഞാൻ പൂർത്തീകരിച്ചു, ഇവരെ സമ്മതിച്ചു, അവർക്ക് സാക്ഷ്യം വഹിച്ചപ്പോൾ നീ സാക്ഷിയാണ് എന്ന് പറഞ്ഞ് ദൗത്യം പൂർത്തിയാക്കി ശേഷം 3 മാസങ്ങൾ കഴിയുമ്പോൾ പ്രവാചകൻ വഫാത്താകുന്നു. എന്നിട്ടാണ് ആ മതത്തിലേക്ക് കൂട്ടിച്ചേറി അതും ദീനാണ് ഇതും ദീനാണെന്ന് പറഞ്ഞ് ഇല്ലാത്ത ആചാരങ്ങളുമായി വരുന്ന ഗൗരവമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് അല്ലാഹുവിനെ ഏകനായ റബ്ബായി കണക്കാക്കുക, റബ്ബിനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക, അവരെ മാത്രം ഭയപ്പെടുക, അവരെ മാത്രം പ്രതീക്ഷിക്കുക. നിങ്ങൾ റബ്ബ് ഏകനായ റബ്ബാണെന്ന പ്രഖ്യാപനം, ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്, നിങ്ങളെ ഇലാഹ് ഏകനായ ഇലാഹാണ് എന്ന പ്രഖ്യാപനം അത് നാം ഓർക്കുക. അല്ലാഹു തആല മനുഷ്യ മക്കളോട് കരാറ് വാങ്ങിയത് ഈ വിഷയത്തിലാണ്. ആ കരാറ് വാങ്ങിയത് അറഫാ ദിനത്തിലാണ് എന്നാണ് ഹദീസുകൾ പഠിപ്പിക്കുന്നത്. മനുഷ്യന്റെ മക്കൾ ആദമിന്റെ മക്കളോട് മൊത്തം അല്ലാഹു തആല കരാറ് വാങ്ങിയിട്ടുണ്ട്. അലസ്തു ബിറബ്ബിക്കും, ഞങ്ങൾ റബ്ബല്ലയോ എന്ന കരാറ് വാങ്ങി. അതെ, ഞങ്ങൾ സാക്ഷിയാകട്ടെ എന്ന് പ്രഖ്യാപിക്കുകയും തൗഹീദ് അല്ലാഹുവിന്റെ മുമ്പിൽ കരാറ് ചെയ്ത ഒരു കരാർ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫിൽ പഠിപ്പിക്കുന്നുണ്ട്. ആ കരാറ് അല്ലാഹു തആല വാങ്ങിയത് അറഫാ ദിനത്തിലാണ് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ കരാറുകളെ വിസ്മരിക്കാതിരിക്കുക, തൗഹീദിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കുക, സുന്നത്തിൽ നിന്ന് ബിദ്അത്തിലേക്ക് വഴിമാറാതിരിക്കുക, ഹറാമ് ഹലാലുകൾ എല്ലാം ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോവുക. അങ്ങേ റബ്ബിനെ സൂക്ഷിക്കുന്ന മുത്തഖീങ്ങളായി മാറുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരിമാരെ, റഹ്മാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂചിപ്പിക്കപ്പെട്ട പോലെ അറഫ ദിനത്തിലാണ് അല്ലാഹു തആല ആദമിന്റെ മക്കളോട് കരാർ വാങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നതായി ഇമാം അഹ്മദ് ധരിക്കുന്ന ഹദീസിൽ കാണാം. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ വാങ്ങിയ കരാർ അത് അറഫ ദിനത്തിലായിരുന്നു എന്ന്. ആ കരാറിന്റെ ആകത്തുക അയ്യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈഅ എന്നാണ്. റബ്ബിനെ മാത്രം അവർ ആരാധിക്കുക, ആ റബ്ബിൽ ഒരാളെയും അല്ലാഹുവിനോട്
പങ്കു ചേർക്കാതിരിക്കുക. നബി തങ്ങൾ പറഞ്ഞു, അറഫാ ദിനത്തിൽ അഖദല്ലാഹുൽ മീസാഖ മിൻ ദുഹരി ആദമ, അല്ലാഹു തആല ആദമിന്റെ മക്കളിൽ നിന്ന് കരാറ് വാങ്ങിയിരിക്കുന്നു. അത് അറഫയിൽ വെച്ചാണ് കരാറ് വാങ്ങിയത്. ഖിയാമത്ത് വരെ ജനിക്കാൻ പോകുന്ന മുഴുവൻ മക്കളെയും ആദമിന്റെ മുതുകിൽ നിന്ന് അല്ലാഹു തആല പുറത്തേക്ക് എടുക്കുകയും അവരോട് അല്ലാഹു തആല ചോദിക്കുകയും ചെയ്ത സന്ദർഭമുണ്ട്. അലസ്തു ബിറബ്ബിക്കും, ഞാൻ റബ്ബല്ലയോ എന്ന് അല്ലാഹു തആല ചോദിച്ചുവെന്നാണ്. സൂറത്തു അറാഫിൽ 172 മുതലുള്ള ആയത്തുകളിൽ അല്ലാഹു തആല കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, وإذا أخذ ربك من بني آدم من ظهورهم ذريتهم وأشهدهم على أنفسهم ألست بربكم. ആദമിന്റെ സന്തതികളെ ആദമിന്റെ മുതുകിൽ നിന്ന് അല്ലാഹു തആല കരാറ് വാങ്ങിയ ആ സന്ദർഭം അവരതിന് അല്ലാഹു സാക്ഷിയാക്കുകയും ചെയ്തു. അവർക്ക് മേൽ തന്നെ അല്ലാഹു അവരെ സാക്ഷിയാക്കി. വഅശ്ഹദഹും അലാ അൻഫുസിഹിം, അവരെ കാര്യത്തിൽ അവരെ അല്ലാഹു തആല സാക്ഷിയാക്കി. അലസ്തു ബിറബ്ബിക്കും, ഞാൻ റബ്ബല്ലയോ എന്ന് ചോദിച്ചു. ഖാലൂ ബലാ ഷഹീദനാ, നമ്മളെല്ലാം അന്ന് റബ്ബിനോട് പറഞ്ഞ കരാറാണ്. ബലാ, അതേ റബ്ബേ, നീയാണ് റബ്ബ്. ഷഹീദന, ഞങ്ങൾ സാക്ഷികളായിരിക്കും റബ്ബേ. നീയാണ് റബ്ബ്, നീയാണ് ഇലാഹ്, നീയാണ് ആരാധ്യൻ, നീയാണ് മഅ്ബൂദ്, ഞങ്ങൾ സാക്ഷികളാണ്. എന്തിനാണ് ഈ കരാർ വാങ്ങിയത്? ഇങ്ങനെ കരാർ മനുഷ്യ മക്കളിൽ നിന്ന് അല്ലാഹു തആല വാങ്ങിയത് എന്തിന്? അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. ഇനി ഖിയാമത്ത് നാളിൽ വന്നിട്ട് നിങ്ങൾ പറയാൻ പാടില്ല, ഞങ്ങൾക്കിത് അറിയില്ലായിരുന്നു റബ്ബേ, അശ്രദ്ധരായി പോയി റബ്ബേ എന്ന് പറയാതിരിക്കാനാണ് എന്നാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ഫിത്രത്തിലുള്ളതാണ് തൗഹീദ്. മനുഷ്യന്റെ ഫിത്രത്തിൽ, അവന്റെ പ്രകൃതിയിൽ അല്ലാഹു നിശ്ചയിച്ചാണ് തൗഹീദ് എന്നുള്ളത്. റബ്ബിനെ മാത്രം ആരാധിക്കുക എന്നതാണ് മനുഷ്യന്റെ അടിസ്ഥാനം. അത് ഖിയാമത്ത് നാളിൽ വന്ന് ഇനി പറഞ്ഞു പോകാൻ പാടില്ല, അറിയില്ലായിരുന്നു. അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ നാളെ ഖിയാമത്ത് നാളിൽ നിങ്ങൾ പറയാൻ വകുപ്പില്ല, ഇന്നമാ അശ്റക ആബാഉനാ മിൻ ഖബ്ൽ, ഞങ്ങളുടെ മുൻഗാമികളൊക്കെ ശിർക്ക് ചെയ്തു പോയി റബ്ബേ. ഇന്നമാ അശ്റക ആബാഉനാ, ഞങ്ങളുടെ പിതാക്കന്മാർ ഉപ്പയും വല്ലിപ്പയും ഒക്കെ ശിർക്കിന്റെ ആളുകളായിരുന്നു. മിൻ ഖബ്ൽ, ഞങ്ങൾക്ക് മുമ്പ് വന്നവർ. വകുന്നാ ദുർരിയതൻ മിൻ ബഅദിഹിം, അവർക്ക് ശേഷം വന്ന തലമുറയാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ ആ പാരമ്പര്യമനുസരിച്ച് പോയതാണ് റബ്ബേ എന്നും പറയാൻ ഇനി വകുപ്പില്ലാതാണ്. ഞങ്ങളെ മുൻഗാമികൾ, മുമ്പത്തെ പൂർവികന്മാർ, പാപ്പമാരും പ്രപിതാക്കന്മാരും ഒക്കെ ശിർക്കിന്റെ ആളുകളായി മാറി. ഞങ്ങൾ അവർക്ക് ശേഷം വന്നവർ. അതുകൊണ്ട് ചെറുപ്പത്തിലേക്ക് കണ്ടുപിടിച്ചത് അങ്ങനെയാണ്, വളർന്നു വന്നത് അങ്ങനെയാണ്, നാട് അങ്ങനെയാണ്, ഭൂരിപക്ഷം അങ്ങനെയാണ്, മഹൽ അങ്ങനെയാണ്, അതും കണ്ട വളർന്നു വന്നത്. അതുകൊണ്ട് റബ്ബേ, ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന് ഇയാളെ പലരോട് പറയാൻ നിങ്ങൾക്ക് വകുപ്പില്ല. അതിനാണ് ഈ കരാറ് റബ്ബ് നിങ്ങളിൽ നിന്ന് വാങ്ങിയത്. ആ കരാറ് വാങ്ങിയ ദിവസം യൗമു അറഫ, അറഫ ദിനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് അറഫ ദിനം നൽകുന്ന വലിയ സന്ദേശം തൗഹീദ് സന്ദേശം തന്നെയാണ്. എനിക്ക് എന്റെ റബ്ബ് മതി എന്ന, എന്റെ റബ്ബിനെ മാത്രമേ ഞാൻ ആരാധിക്കൂ എന്ന തീരുമാനം. അവന്റെ പടപ്പുകളിൽ പലരും ആരാധിക്കുകയും വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അമ്പിയാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്, മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ട്, ആരാണെന്നറിയാത്തവരെ പോലും വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ട്, മാനസിക രോഗികളെ പോലും ഔലിയാക്കളായി ചിത്രീകരിച്ചുകൊണ്ട് ഖബർ കെട്ടിയുയർത്തി ദർഗ എന്ന് പേരിട്ട് അവിടെ പോലും സങ്കടങ്ങൾ പറയുന്ന മനുഷ്യന്മാരുണ്ട്. കല്ലുകളും മരങ്ങളും ആരാധിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി പലരും ആരാധിക്കുന്നുണ്ട്. അതെല്ലാം ബാത്തിലാണ്, നിരർത്ഥകമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധകർഹനായി അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്ന അടിസ്ഥാന ആശയമാണ് അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിൽ നിശ്ചയിച്ച ആശയം. അതാണ് മനുഷ്യരോട് അല്ലാഹു തആല സ്വീകരിക്കാൻ പറഞ്ഞ ആശയം. അത് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ ഒട്ടുമിക്ക വചനങ്ങളും ഈ ആശയത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ആ നിലയ്ക്ക് തൗഹീദ് ഉൾക്കൊള്ളാൻ കൂടി അറഫ ദിനം, ദുൽഹിജ്ജ മാസം, ഹജ്ജുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ എല്ലാം നമുക്ക് നിമിത്തമാകേണ്ടതുണ്ട്. ആ നിലയ്ക്ക് തൗഹീദിലേക്ക് പൂർവാധികത്തോടുകൂടി തൗഹീദിലേക്ക് മടങ്ങുകയും ശിർക്കിന്റെ എല്ലാ വശങ്ങളെയും ഒഴിവാക്കുകയും പടച്ച റബ്ബിനോട് തുല്യമാക്കുന്ന, റബ്ബിൽ പങ്കു ചേർക്കുന്ന ഏതെല്ലാം പ്രവണതകളുണ്ടോ അതോടെല്ലാം വിട്ടുനിൽക്കുകയും ബിദ്അത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തമാവുകയും സുന്നത്തിന്റെ ആളുകളായി മാറാനും ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചതുപോലെ ദുൽഹിജ്ജ 9 അറഫ
നോമ്പ് സുന്നത്താണ്. ഓരോ നാട്ടിലെയും ദുൽഹിജ്ജ 9-നാണ് ആ നാട്ടുകാർ നോമ്പ് നോക്കേണ്ടത്. അറഫയിൽ നിൽക്കുന്ന ആളുകളുടെ ഐക്യദാർഢ്യമല്ല അറഫ നോമ്പ്. അവിടെ നിൽക്കുന്ന ആളുകൾക്ക് നോമ്പുമില്ല, അറഫയിൽ നിൽക്കുന്ന ഹാജിമാർക്ക് നോമ്പില്ല. അതുകൊണ്ട് തന്നെ അവരോട് ഐക്യദാർഢ്യം എന്നത് ആരോ പറഞ്ഞുണ്ടാക്കിയ ഒരു ഭംഗിവാക്യം മാത്രമാണ്. യൗമു അറഫ എന്നറിയപ്പെടുന്നത് ഓരോ നാട്ടിലെയും ദുൽഹിജ്ജ 9-നാണ് യൗമു അറഫ എന്ന് പറയുക. നമുക്ക് യൗമു അറഫ ഞായറാഴ്ചയാണ്, പിറ്റേന്ന് 10 യൗമുൻ നഹർ പെരുന്നാൾ ദിനമാണ്. അല്ല നമ്മൾ ശനിയാഴ്ച അറഫ ദിനമായി കൂട്ടുകയും തിങ്കളാഴ്ച പെരുന്നാളാവുകയും ചെയ്യുന്ന രീതി ഇല്ല. നമുക്ക് യൗമു അറഫ ഞായറാഴ്ചയാണ്, യൗമുൻ നഹർ പെരുന്നാൾ ദിവസം തിങ്കളാഴ്ചയാണ്. അയ്യാമു തശ്രീഖ് 11, 12, 13 ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളാണ്. അതാണ് നിശ്ചയിക്കപ്പെട്ടത്. അതുകൊണ്ട് നമുക്ക് ആ നോമ്പ് സുന്നത്തുള്ളത് ദുൽഹിജ്ജ 9-നാണ് അറഫ നോമ്പ്. ദുൽഹിജ്ജ 1 മുതൽ 9 വരെ നോമ്പെടുക്കുന്ന ആളുകൾക്ക് അങ്ങനെ നോമ്പ് നോക്കാൻ അനുവാദമുണ്ട് എന്നല്ലാതെ അറഫ നോമ്പ് എന്നത് ദുൽഹിജ്ജ 9-നാണ്. ആ സുന്നത്ത് നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കാം. 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കാൻ നിമിത്തമാകുമെന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെട്ട നോമ്പാണ് ഈ നോമ്പ്. അതുകൊണ്ട് ആ നോമ്പ് നമ്മൾ വർദ്ധിപ്പിക്കുക. അതേപോലെ ഈ ദിവസങ്ങളിൽ എല്ലാ കർമ്മങ്ങളും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ദിക്റുകൾ, ദുആകൾ, തസ്ബീഹ്, സ്വലാത്തുകൾ എല്ലാം പരമാവധി വർദ്ധിപ്പിക്കാൻ നാം പരിശ്രമിക്കുക. ധാരാളം ദുആ റബ്ബിലേക്ക് ഉയരുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളൊക്കെ. ഹാജിമാരൊക്കെ ഇന്നത്തോടുകൂടി ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. ഇന്ന് അവർക്ക് ദുൽഹിജ്ജ 8-ആണ്, യൗമു തർവിയയാണ്. ഇന്ന് മിനയിലേക്ക് അവരൊക്കെ എത്തും. നാളെ അവർക്ക് യൗമു അറഫ അവർക്ക് നാളെയാണ്. അവർ നാളെ രാവിലെ അറഫ മൈതാനിലേക്ക് എത്തും. അതേപോലെ നാളെ രാത്രി അവിടെ മുസ്ദലിഫിലേക്ക് വരും. മറ്റന്നാളെ മുതൽ മിനയിൽ വന്നവർ രാത്രി അവിടെ രാപ്പാർക്കും, ജംറകളിൽ കല്ലെറിയും. അതുകൊണ്ട് ധാരാളം ദുആകൾ, ധാരാളം അഅ്മാലുകൾ റബ്ബിലേക്ക് വീഴുന്ന ദിവസങ്ങളാണ്. ആ ഒരു മഹത്വത്തെ നാം ഉൾക്കൊള്ളുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് പെരുന്നാൾ തിങ്കളാഴ്ചയാണ്. പെരുന്നാൾ നിസ്കാരം ഇൻഷാ അല്ലാഹ് എല്ലാ വർഷത്തെയും പോലെ നാം സംഘടിപ്പിക്കുന്നുണ്ട്. മഴ ഇല്ലെങ്കിൽ പള്ളിയുടെ തൊട്ടപ്പുറത്തുള്ള നമ്മുടെ ആ ഒരു ഗ്രൗണ്ടിലും, മഴയാണെങ്കിൽ പള്ളിയിൽ വെച്ചുമായിരിക്കും നിസ്കരിക്കുക. താഴെ ടൗണിലുള്ള ദാറുൽ ഹിക്മ പള്ളിയിലും പെരുന്നാൾ നിസ്കാരം ഉണ്ടാകും എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അവിടെ 7 മണിക്കും ഇവിടെ 7:30-നുമാണ് പെരുന്നാൾ നിസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത്. അവിടെ ഒരു ഒറ്റ ഫ്ലോറേ ഉള്ളൂ, ധാരാളം ആൾക്ക് സൗകര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അവിടെ പങ്കെടുക്കുന്ന ആൾക്ക് അവിടെ പങ്കെടുക്കാം. അതല്ല ഇവിടെയും പങ്കെടുക്കാം. കുടുംബസമേതം പങ്കെടുക്കാൻ ശ്രമിക്കുക. നബി ഞങ്ങൾ പ്രത്യേകമായി കൽപ്പിച്ചത് എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ തന്നെയാണ്. ഉമ്മു അത്തിയ്യ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസ് ഇമാം ബുഖാരി, മുസ്ലിം ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ കാണാം. നബി തങ്ങൾ ഞങ്ങളോട് അബാലവൃദ്ധം ജനങ്ങളെ എല്ലാവരെയും കൊണ്ടുപോകാൻ, ആർത്തവകാരികളെ കൂടി കൊണ്ടുപോകാൻ നബി ഞങ്ങളോട് കൽപ്പിക്കുമായിരുന്നുവെന്നാണ്. അവർക്ക് ലഭിക്കട്ടെ ഉപദേശങ്ങൾ, അവരും ഭാഗഭാക്കാവട്ടെ പ്രാർത്ഥനകളിൽ. എന്നാൽ നിസ്കാര സമയത്ത് നിസ്കരിക്കാൻ പറ്റാത്തവർ മാറി നിൽക്കട്ടെ എന്നാണ് നബി ഞങ്ങൾ നൽകിയ ഉപദേശം. ആ നിലയ്ക്ക് എല്ലാവരും വിളിച്ചുകൂടുന്ന സന്ദർഭമാണ് യൗമുൽ ഈദ്, പെരുന്നാൾ ദിവസം എന്നത്. ഉദ്ഹിയ്യത്ത് ഉദ്ദേശിച്ച ആളുകൾ ഉണ്ടെങ്കിൽ പെരുന്നാൾ നിസ്കാര ശേഷമാണ് അറബിന്റെ സമയം ആരംഭിക്കുന്നത്. അതിനു മുമ്പ് അറുക്കാവതല്ല. നബി ഞങ്ങൾ പറഞ്ഞു, നിസ്കാരത്തിന് മുമ്പ് അറുത്താൽ അത് കേവലം ഒരു സ്വതക്കയായി കണക്കാക്കപ്പെടും, നിസ്കാര ശേഷം അറുത്താൽ അത് ബലിയായി കണക്കാക്കപ്പെടുമെന്നാണ്. അറിവുള്ളവർ നിസ്കാര ശേഷമാണ് അറുക്കേണ്ടത്. അത് കഴിഞ്ഞ് അന്ന് ഏത് സമയത്തും അറക്കാം, പിറ്റേന്ന് അറുക്കാം. 11, 12, 13 മഗ്രിബ് വരെ അറബിന് സമയമുണ്ട്. അതിനോട് ഏത് സമയത്തും അറുക്കാം. ആ അറുത്ത മാംസത്തിൽ നിന്ന് 3 തരത്തിൽ ചെലവഴിക്കാനാണ് കൽപ്പിക്കപ്പെട്ടത്. ഒന്ന് നമുക്ക് ഭക്ഷിക്കാം, നമുക്ക് നമ്മുടെ കുടുംബത്തിനും ഭക്ഷിക്കാം. മറ്റൊന്ന് നമ്മുടെ സുഹൃത്തുക്കൾ, അയൽവാസികൾ, കുടുംബങ്ങൾ തുടങ്ങിയ ആളുകൾക്ക് നമ്മുടെ വക ഒരു ഹദിയയായി കൊടുക്കാം. മൂന്നാമത് സ്വതക്കയായി, പാവങ്ങൾക്ക് സ്വതക്കയായും നൽകാം. 3 രൂപത്തിൽ അത് വിനിയോഗിക്കാനാണ് നബി ഞങ്ങൾ പ്രത്യേകമായി പഠിപ്പിച്ചത്. എത്ര ദിവസവും സൂക്ഷിച്ചു വെക്കാം, വിരോധമൊന്നുമില്ല. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ സൂക്ഷിച്ചു വെച്ച് ഭക്ഷിക്കുന്നതിനൊന്നും യാതൊരു വിലക്കുമില്ല. നബി ഞങ്ങൾ പ്രത്യേകം പറഞ്ഞു, കുലൂ വദ്ദഖിറു വതസദ്ദഖു, നിങ്ങൾ തിന്നുകൊള്ളുക, നിങ്ങൾ സൂക്ഷിച്ചു വെച്ചുകൊള്ളുക, നിങ്ങൾ സ്വതക്ക ചെയ്യുകയും ചെയ്യുക എന്ന് നബി ഞങ്ങൾ ഉദയത്തുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഉദയത്ത് ഉദ്ദേശിച്ച ആളുകൾ മുടിവെട്ടാതെ, അതേപോലെ രോമങ്ങൾ നീക്കാതെ, നഖം വെട്ടാതെയാണ് ഈ ദിവസങ്ങളിൽ അവരുള്ളത്. തന്റെ മൃഗത്തെ അടുത്തുവെന്ന് ഉറപ്പായ ശേഷമാണ് അത് നിർവഹിക്കേണ്ടത്. അല്ല പെരുന്നാളിന്റെ അന്ന് മുതൽ നിർവഹിക്കാമെന്നില്ല. നമ്മുടെ മൃഗം അറുക്കുന്നത് 11-നാണെങ്കിൽ 11-ന് ശേഷം, 12-നാണെങ്കിൽ അതിനുശേഷം, അറബിന് ശേഷമാണ് മുടി നീക്കം ചെയ്യാനും നഖം വെട്ടാനുമെല്ലാം നമുക്ക് അനുവാദമുള്ളത്. ആ
കാര്യവും പ്രത്യേകമായി ശ്രദ്ധിക്കുക. അങ്ങനെ എല്ലാ ഖൈറും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ നേടിയെടുക്കാൻ നമുക്ക് പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. റബ്ബനാ ഇസ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.